പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ലെന്നും പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്നുമാണ് SNDP മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ പറയുന്നത്. CPIM ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അശ്വിൻ, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് വരുന്നതല്ലേ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന്? അമൃത പ്രജിൻ, മുൻകാലങ്ങളിലും പിണറായി വിജയനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയും അത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ SNDP യോഗം മുഖപത്രം യോഗനാഥത്തിലാണ് പിണറായി വിജയനെ കൂടെ നിർത്തിയും ഒപ്പം പാർട്ടി നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചും വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനമുള്ളത്. സഖാക്കളോട് എന്ന തലക്കെട്ടിലാണ് അതിരൂക്ഷ വിമർശനം പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിയവർ ഇപ്പോൾ തോൽവിക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപശരങ്ങൾ എറിയുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും ഒക്കെ കഴിഞ്ഞ 10 വർഷം വാഴ്ത്തിപ്പാടിയ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള ആളുകൾ തന്നെയാണ് നിലവിൽ പൊതുവേദിയിൽ പിണറായി വിജയനെ ക്രൂശിക്കുന്നത്. ഇത് നീതികേടാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഒപ്പം രണ്ടാം ഭരണം ലഭിച്ചപ്പോൾ നേതാക്കളും അണികളും അടക്കം സുഖലോലുപരായി ജനങ്ങളെയും ജനകീയ പ്രശ്നങ്ങളും മറന്നു എന്നടക്കമുള്ള വിമർശനങ്ങളുമുണ്ട്. തോൽവിക്ക് കാരണമായത് ഈ കാര്യങ്ങളൊക്കെയാണ്. പിണറായിക്ക് ത്യാഗോജ്വല സമര പാരമ്പര്യമുണ്ട്, അതിനിടെ അദ്ദേഹത്തെ മാത്രം വിമർശിക്കുന്നത് തെറ്റാണ് എന്നുള്ള വിമർശനമുണ്ട്. ഒപ്പം CPIക്കെതിരെ വിമർശനമുണ്ട്. CPI സൃഷ്ടിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ തന്നെ ശോഭ കെടുത്തിയതായാണ് വിമർശനം. ക്രിസ്ത്യൻ മുസ്ലിം പ്രീണനവും പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയായി എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. CPIM ആത്മപരിശോധന നടത്തി സ്വയം വിമർശനം നടത്തിയില്ലെങ്കിൽ ഇനിയും വലിയ തോൽവികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് SNDP മുഖപത്രത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധേയമാണ്. അശ്വിൻ തുടരുക. മറ്റൊരു വാർത്ത കൂടി ആലപ്പുഴയിൽ നിന്നും അറിയാനുണ്ട്. എന്തായാലും യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ന് കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ CPIMന്റെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായിട്ടുള്ള ചർച്ചകളും പ്രതികരണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉള്ള സമയത്താണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടുള്ള ഈ SNDP മുഖപത്രമായ യോഗനാഥത്തിലെ വെള്ളാപ്പള്ളിയുടെ എഡിറ്റോറിയൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.